ബാബറി മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഒഴിവാക്കിയും NCERTയുടെ പാഠപുസ്തകം +2 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്നാണ് ഒഴിവാക്കിയത്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പകരം ഉൾപ്പെടുത്തി. പുതിയ സംഭവവികാസങ്ങൾ ഉൾപ്പെടുത്തിയാണ് എന്നാണ് NCERTയുടെ വിശദീകരണം. പുതിയ പാഠപുസ്തകം അടുത്ത മാസം വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യും. PR അരവിന്ദിലേക്ക് പോവുകയാണ് ഒരിക്കൽ കൂടി. അരവിന്ദ്, അതായത് ഈ NCERTയുടെ പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അവരെന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും കൃത്യമായി ചരിത്രത്തെ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളെ അത് തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമങ്ങൾ വീണ്ടും കേന്ദ്രം പാഠപുസ്തകങ്ങളിലൂടെ നടത്തുകയാണല്ലേ? നമുക്ക് NCERTയുടെ ഒരു പാഠപുസ്തക പരിഷ്കരണങ്ങൾ പരിശോധിച്ചാൽ തന്നെ എത്രമാത്രം ചരിത്രത്തെ വെട്ടിമാറ്റുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാവും. നേരത്തെ തന്നെ മുഗൾ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ NCERT നീക്കം നടത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി ബാബറി മസ്ജിദും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ +2 പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിൽ നിന്നാണ് നീക്കം ചെയ്തിരിക്കുന്നത്. +2 പൊളിറ്റിക്കൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് പ്രധാനമായും ഈ പരാമർശങ്ങൾ അടക്കം വന്നിരിക്കുന്നത്. ഈ പരാമർശങ്ങളെല്ലാം ഇപ്പോൾ നീക്കം ചെയ്തു. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട 3 പരാമർശങ്ങളായിരുന്നു ഈ പാഠത്തിൽ ഉണ്ടായിരുന്നത്. ആ പരാമർശങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയും പുതിയതായി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാമക്ഷേത്രവും രാമജന്മഭൂമി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. പ്രധാനമായും ഇതിനുവേണ്ടി NCERT പറയുന്ന വാദമെന്ന് പറയുന്നത് പുതിയ സംഭവവികാസങ്ങളാണ് പുതിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റി പുതിയത് കൊണ്ടുവരുന്നു എന്നതാണ്. പക്ഷേ പ്രധാനമായും നമ്മൾ ഈ NCERT അടക്കം വെട്ടിനീക്കിയ ചരിത്രങ്ങളും അതുപോലെ തന്നെ പാഠ്യപദ്ധതികളും പരിശോധിച്ചാൽ അത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായും BJPക്ക് അനുകൂലമായും നടത്തുന്ന എന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനം നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നടക്കം കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും ഉയർത്തിരുന്നു. ഇത്തരത്തിൽ NCERTയിൽ ഉൾപ്പെടെ പരിഷ്കരണം നടത്തി ചരിത്രത്തെ വളച്ചൊടിക്കുവാനാണ് BJP ശ്രമിക്കുന്നതെന്നൊരു ആരോപണം നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും അവസാനമായാണ് ബാബറി മസ്ജിദും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പാഠ്യഭാഗങ്ങൾ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പുതിയതായി ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അടുത്ത മാസം തൊട്ട് ഈ പുതിയ പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യും. പക്ഷേ നേരത്തെ തന്നെ നമുക്കറിയാം കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ NCERTയുടെ ഈ നിലപാടിനെതിരെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഇപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെയും ഈ നടപടിക്കെതിരെയും ഉയർന്നു വരികയാണ്. ചരിത്രത്തെ വളച്ചൊടിക്കുവാനാണ് ശ്രമം നടക്കുന്നതെന്നാണ് ആരോപണം ശക്തമാവുന്നത്. ജിൽസി, എക്കാലത്തും ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള അല്ലെങ്കിൽ ചരിത്രത്തെ മായ്ച്ചു കളയാനുള്ള ബോധപൂർവമായ ശ്രമം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇത്തവണയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ബാബറി മസ്ജിദ് തകർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പാഠ്യപദ്ധതി പരിഷ്കരണം അത് വരും ദിവസങ്ങളിൽ വലിയ വിവാദമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. PR അരവിന്ദാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ